എൻ്റെ സ്റ്റുഡൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ എന്താണ് അഡ്ലർ ആൻഡ് ജഗ് തിയറിയാണ്. അതിന് മുമ്പ് ഫ്രോയിഡിൻ്റെയും ട്രൈ തിയറിയും പറഞ്ഞു. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇട്ടുവെന്ന് മാത്രം. അഡ്ലർ ജഗ്ഗിൻ്റെ തിയറി ഒന്ന് പറഞ്ഞു വെച്ചു. ഇതിന് സോഷ്യൽ ലേണിംഗ് തിയറീസാണ്. ഈ സോഷ്യൽ ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത് ഇല്ലേ, സോഷ്യൽ ലേണിംഗ് തിയറി എന്നാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അതിന് സോഷ്യൽ ലേണിംഗ് തിയറീസിലെ ഈ ഇതിനെക്കുറിച്ച് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ബെൻഡൂരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഓഫ് പേഴ്സണാലിറ്റി പറയുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സ്, അതായത് നമ്മൾ കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ തിങ്കിങ്ങും ജഡ്ജിങ്ങും അതൊക്കെ നമ്മൾ പേഴ്സണാലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ തോട്ട്സുമായിട്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റാണ്. അതായത് നമ്മളുടെ പേഴ്സണാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതിന് സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അതായത് സിറ്റുവേഷൻ സിമിലർ ആണെങ്കിൽ, സ്റ്റേബിൾ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ബിഹേവിയറും കൺസിസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സിറ്റുവേഷൻ ഒരുവിധം സ്റ്റേബിളായ സിറ്റുവേഷനാണ്. വലിയ ഇന്ന് വയലൻസ്, നാളെ ഭയങ്കര പീസ്, അങ്ങനെ വരുന്ന രണ്ട് ഭയങ്കര എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഡിഫറെൻറ്റ് സ്വഭാവം കാണിക്കെങ്കിലും സിമിലർ ആയിട്ടുള്ള, റിലേറ്റീവ്ലി സിമിലർ ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ദി ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്തായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എന്തിനാണ് ഈ പേഴ്സണാലിറ്റി തിയറി OBEയിൽ പഠിക്കുന്നത്? കാരണം നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ വി ആർ ട്രൈങ് ടു understand, or we have if a manager is able to understand or predict the behavior of an individual, they can easily manage the human. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗിവൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണെങ്കിൽ അതിൻ്റെ ബിഹേവിയർ എന്തായിരിക്കും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, സ്റ്റേബിൾ ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് ഇതെല്ലാം സിമിലർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇൻഡിവിജ്വൽ നമ്മൾ സിറ്റുവേഷനും അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് സിമിലർ ആണെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ സിമിലർ ആയിരിക്കും. അപ്പോൾ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയിൽ പറയണത് അതായത് ഇൻഡിവിജ്വലിൻ്റെ തിങ്കിങ്ങും സിറ്റുവേഷനും പറയണത് സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് ഹൗ എ കോഗ്നിറ്റീവ് തിയറി ഡിസ്ക്രൈബ് ഹൗ ഇൻഡിവിജ്വൽ തിങ്ക് ആൻഡ് റിയാക്ട് ഇൻ എ സിറ്റുവേഷൻ. അതായത് നമ്മളുടെ എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആയ അല്ലെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് തോട്ട്സിനെ ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോഗ്നിറ്റീവ് വേനെ വളരെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇതിൽ പറയണുള്ളൂ. കോഗ്നിറ്റീവ് പ്രോസസ്സ് നമ്മൾ തിങ്കിങ്ങും ജഡ്ജിങ്ങും നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറണമെന്നുള്ളൂ. രണ്ട് മെയിനായിട്ടുള്ള കോഗ്നിറ്റീവ് തിയറീസാണ് പറയുന്നത്. ഒന്ന് ആൽബർട്ട് ബണ്ടൂര, ജൂലിയൻ റോട്ടറിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ബണ്ടൂരയുടെ എന്താ പറയുക, സോഷ്യൽ ലേണിംഗ് തിയറിയെ കുറിച്ച് ഇനി അടുത്ത് നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ബണ്ടൂരയുടെ എങ്ങനെ റെസിപ്രോക്കൽ ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ലേണിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് നെക്സ്റ്റ് ഇതിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. സോഷ്യൽ ലേണിംഗ് തിയറിയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ബിഹേവിയറിന് നമ്മൾ എൻവയോൺമെൻറ്റുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മൾ ബിഹേവിയർ ഡിസൈഡ് ചെയ്യണതിന്. ഓക്കെ, താങ്ക് യു.